ഹലോ ഗൈസ്, ഞാനിവിടെ തന്നെയുണ്ട്, എങ്ങും പോയിട്ടില്ല. ഉറങ്ങാൻ ലേറ്റ് ആകുന്നത് കൊണ്ടും എഴുന്നേക്കാൻ ലേറ്റ് ആകുന്നത് കൊണ്ടുമാണ്. സോ ഐ ആം ബാക്ക്. അപ്പം നമുക്ക് ഇന്നത്തെ സബ്ജക്റ്റ്, ഇന്ന് നമ്മൾ എടുക്കാൻ ഉദ്ദേശിക്കുന്ന പ്ലക്കമ്മ യൂണിവേഴ്സിലെ അടുത്തൊരാളെയാണ്. ഇത് ഒരു പ്ലക്കുമായിട്ടുള്ള എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന് വെച്ചാട്ടാ, ഭാഗ്യലക്ഷ്മി ചേച്ചി ഞാൻ അങ്ങനെയൊന്നും കണക്കാക്കുന്നില്ല. അവരങ്ങനത്തെ സാധനമാണെന്നൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല. അതൊക്കെ പിന്നെല്ല മറ്റേ ഏതൊരുത്തനുണ്ടല്ലോ, അയാളെ പേരൊന്നും എനിക്കറിയത്തില്ല, അയാൾ ഇരുന്നുകൊണ്ട് എന്തൊക്കെ പറയുന്നതൊക്കെ കേട്ടിട്ടുണ്ട്. പിന്നെ ഇവർ അടിക്കാൻ കയറിയ ഒരു പാവപ്പെട്ടവനില്ലേ, ആ പാവപ്പെട്ടവനും ഇങ്ങനെ ജട്ടിയുടെയും പാടിയുടെയൊക്കെ കഥ പറയുന്നുണ്ട്. എന്താണ് വാസ്തവമെന്നൊന്നും എനിക്കറിയത്തില്ല. കണ്ണിൻ്റെ വയ്യായിക നോക്കാതെ അതിനകത്ത് കരിവാരി തേച്ചിട്ടുണ്ട്. ഇനി അതെന്ത് സംഭവിക്കണമെന്ന് കണ്ടറിയാം. എനിവേ, നമുക്ക് ആ വിഷയത്തിലേക്ക് പോകാം. വരൂ, നമുക്ക് അങ്ങോട്ട് പോകാം. ഭാഗ്യലക്ഷ്മി ചേച്ചിയുടെ കൊണ ഞാൻ ഇന്നലെ കേട്ടിരുന്നു. ചേച്ചിയുടെ കൊണ, ആധികാരികമായ കൊണ കണ്ടപ്പോഴത്തേക്ക് എനിക്ക് 1-2 വീഡിയോസ് എടുത്ത് ചേച്ചിയെ ഒന്ന് കാണിപ്പിക്കണമെന്ന് തോന്നി. ചേച്ചി ഇന്നലെ ഇരുന്ന് പറയുക, ഞാൻ ഭയങ്കര തെറിയാന്ന്, എന്നെ പോലീസിൽ പിടിച്ച് കൊടുക്കണമെന്ന്, എന്നെ തൂക്കി കൊല്ലണമെന്ന് എക്സ്പ്രഷൻ ഇട്ടതാ. സിനിമ ഫീൽഡല്ലേ, ഏതാണ്ട് എക്സ്പ്രഷനൊക്കെ ഇട്ടല്ലേ കാര്യം പിടികിട്ടുള്ളൂ. ചേച്ചി സത്യമായിട്ടും നിജമാ, ഉണ്മയാ, സത്യമാ, എന്നെ തൂക്കി കൊന്നേ പറ്റുള്ളൂ. ആരുടെ ഒരു സ്ക്രൂവിലാണ് അക്കച്ചി ഇരുന്ന് ഈ വർത്താനൊക്കെ പറഞ്ഞേ? അക്കച്ചി തെറിയെ വിളിക്കാറില്ലല്ലേ? എനിമനെ പൂഞ്ഞൂഞ്ഞ കണ്ടോട്ടെ, കാണാൻ താല്പര്യമില്ലാത്തവർ കാണണ്ട. ഞാൻ എന്തായാലും കാണാൻ ഉദ്ദേശിക്കുന്നില്ല. നീ അങ്ങനെയല്ലല്ലോ നേരത്തെ പറഞ്ഞത്. ദിലീപിന്റെ രാമലീല ചിത്രം റിലീസ് ചെയ്യുകയാണ്, കാണാൻ പോകുന്നുണ്ടോ? ഞാൻ തീർച്ചയായിട്ടും ഞാൻ പോകുന്നതിൽ ഒരു സംശയമില്ല. ഇരട്ടത്താപ്പ് നമ്പർ 1, രാമലീല വന്നാൽ ഞാൻ പോകും. എന്നാൽ ദിലീപിന് എനിക്ക് കണ്ണെടുത്ത കണ്ടുകൂടെ. ദിലീപിൻ്റെ അമ്മ സംഘടനയിൽ വെച്ചാൽ ഞാൻ ഇറങ്ങിപ്പോകും. അങ്ങനെയാണ് ഇങ്ങനെയാണ്, ഞാൻ അതിജീവിതയ്ക്കൊപ്പമാണ്. ഞാൻ അതിജീവിതയുടെ വിഷമങ്ങളെല്ലാം മനസ്സിലാക്കി അതിജീവിതയുടെ കാലിൻ്റെ ഇടയിലാണ്. ചേച്ചിയുടെ ആദ്യത്തെ ഇരട്ടത്താപ്പ്. പിള്ളേർ ഇതൊക്കെ എടുത്ത് വെച്ച് ഊക്കി വെച്ചിട്ടുണ്ട്, ഞാൻ അതൊക്കെ എടുത്ത് വെച്ചുകൊണ്ട് വന്നതാണ് കേട്ടോ. അടുത്തത്, ഞങ്ങൾ എങ്ങനെയാ മേഡം അവരുടെ അടുത്തേക്ക് പോകേണ്ടത് എന്നോട് ചോദിക്കാറുണ്ട് കേട്ടോ. നമ്മുടെ ഈ ഓർഗനൈസേഷന് കുറച്ചുകൂടി അങ്ങനെ ഒരു പ്രൊട്ടക്ഷൻ കൊടുക്കുന്ന രീതിയിൽ എന്തോ കാര്യമായിട്ട് പറയുന്നുണ്ട്. ഇതിൽ അതെല്ലാ തരത്തിലും അവരെ ഇരുന്ന് സംസാരിക്കാനും അവരോടൊപ്പം കുറച്ച് സമയം പാർട്ടിസിപ്പേറ്റ് ചെയ്യാനുമുള്ള ഒരു സ്പേസ്, അതും കൂടെ നിങ്ങൾ WCCക്ക് ഒന്ന് ചെയ്യാനുള്ള ഒരു ശ്രമം നടത്തിയാൽ എനിക്ക് തോന്നുന്നു കുറെ കൂടി ആളുകൾ നിങ്ങളിലേക്ക് വരാൻ, സ്ത്രീ അതും കൂടി ഒന്ന് നിങ്ങൾ പരിഗണിക്കണം. അതിജീവിതയ്ക്കൊപ്പം നിൽക്കുന്ന ചേച്ചിക്ക് പക്ഷേ WCC അങ്ങോട്ട് പീച്ചിട്ടില്ല, WCC അവരെ അടുപ്പിച്ചിട്ടില്ല. കാരണം അവർക്കറിയാം ഇവർ പക്ക മറ്റേ സാധനമാണ്. ഞാൻ ആത്മാർത്ഥത്തോടെ പറയുന്നത്. എന്താ ഇങ്ങനെയൊക്കെ പറയുന്നത്? സഹദേവനെ എന്റെ ആത്മാർത്ഥത്തെ കുറിച്ച് എന്നോട് പ്രത്യേകിച്ച് പറഞ്ഞു കേൾപ്പിക്കണം. Actually, I have a question for you. മൈക്ക് ഒന്ന് കൊടുക്കോ തിരിച്ച്? കൊടുക്കോ. ഇതിങ്ങനെ വെറുതെ വിട്ടാ പറ്റില്ല. റോസപ്പ് പോലുള്ള കവിള എനിക്ക് കൊതിയായിട്ട് പാടില്ല. ഞാൻ എന്ന് 2 പൊടിച്ചിട്ട് ഓടിയത് വരാം. എന്നെ അനുഗ്രഹിക്കും. സമയം വേണ്ട, ഓപ്പറേഷൻ തുടങ്ങിക്കോളൂ. ബ്ലെസ്സിങ്സ്, അനുഗ്രഹം. ചേച്ചി, you know me. You can get easily my number. Why haven't you joined the collective? ഇംഗ്ലീഷ് മനസ്സിലാവത്തണ്ട. നിങ്ങൾക്ക് എന്തുകൊണ്ട് കളക്ടീവിൽ ജോയിൻ ചെയ്തുകൂടാ? കയ്യടിയോടെയാണ് കാണികൾ പാർവതിയുടെ ചോദ്യത്തെ സ്വീകരിച്ചത്. Why haven't you joined the collective? എന്റെ കയ്യിൽ ഇപ്പൊ നമ്മൾ അന്നിട്ട് I have a strong answer. എന്താണെങ്കിലും പറഞ്ഞു തൊല. പക്ഷേ ഞാനിത് ഇവിടെ പറയുമ്പോ ചേച്ചി ഇറ്റ്സ് ഫൈൻ. ഇനിയെങ്കിലും കൊച്ചുവർത്താനം പറയുന്നതിന് മുമ്പ് പായ നന്നായി കഴുകണം, മനസ്സിലായോ? ഈ WCC തുടങ്ങുന്ന അന്ന് രാവിലെ എന്നോട് ഡിസ്കസ് ചെയ്തിട്ട് നമുക്ക് ഒന്നിച്ച് മിനിസ്റ്ററെ കാണാൻ പോകാം എന്ന് പറഞ്ഞിട്ട് അത് വേണ്ടതാ, ഈ സൈക്കോളജിക്കൽ ആയിട്ടൊരു മിങ്കിൾ. പിന്നീട് തന്നെ ഒഴിവാക്കി WCC അംഗങ്ങൾ മന്ത്രിയെ കാണാൻ പോയെന്നും ഭാഗ്യലക്ഷ്മി പറഞ്ഞു. അപ്പൊ ഞാൻ അവരോട് വിളിച്ച് ചോദിക്കുന്നു, എന്തുകൊണ്ട് നിങ്ങൾ എന്നെ വിളിച്ചില്ല? അത് താല്പര്യമില്ല, നിങ്ങളുമായിട്ടൊരു ബന്ധത്തിന് താല്പര്യമില്ല. നിങ്ങളുടെ ഗ്രൂപ്പിലുള്ള ആൾക്കാർ തന്നെ എന്നോട് പറഞ്ഞൊരു ഉത്തരമാണ്, നിങ്ങളെ ഇതിൽ കൂട്ടണ്ട എന്ന് ഞങ്ങളിൽ ചിലർ താല്പര്യപ്പെട്ടു. അങ്ങനെ നിങ്ങളുടെ കൂട്ടത്തിലുള്ളവർ തന്നെ പറഞ്ഞപ്പോൾ ശരി, എന്നെ ഇഷ്ടമല്ലെങ്കിൽ കൂട്ടണ്ട എന്ന് ഞാൻ കരുതി. അത് ഇഷ്ടമില്ലാത്തടത്ത് പറ്റിക്കൂടുന്ന ടൈപ്പ് അല്ല ഇരമൺ. We have a space where anybody can come, and if you're criticizing, join us, show us the way.
us the way. No excuses. നമുക്ക് എന്തും തുറന്നു പറയാനുള്ള ഒരു ഇടമുണ്ട്. അവിടെ ആർക്കും വന്ന് പറയാനുള്ളത് പറയാം. വിമർശിക്കാനുള്ളവർക്ക് അവിടേക്കും വരാമെന്നും പാർവതി പറഞ്ഞു. No, oh, I missed your call. No, I missed your text. Oh, I was hurt by your whatever. Join us, show us the way. We are also doing it for the first time. That's all. Thanks, Anjana. Thank you. ആ കൂക്കൽ ഞാൻ നിങ്ങളെ കൂക്കിയിരിക്കുന്നു. അല്ലമ്മ, നിങ്ങൾ രണ്ടുപേരൂടെ ചേർന്നല്ല, 3 പേരുണ്ടായിരുന്നല്ല. അവരുടെ നിലവാരം നിനക്ക് ഉണ്ടാകുമെന്ന് ഞാൻ വിചാരിച്ചില്ല. നിങ്ങളെ ഞാൻ കുറച്ച് റെസ്പെക്റ്റോടെ ചേച്ചിന്ന് തന്നെ വിളിക്കട്ടെ. ചേച്ചിക്ക് ആ നിലവാരമാണെന്ന് എനിക്ക് അറിയത്തില്ലായിരുന്നു. ചേച്ചി ഞാൻ ഭയങ്കര റെസ്പെക്റ്റോടുകൂടി ഷെയറൊക്കെ ചെയ്ത് വെച്ചിരുന്നു, സത്യമായിട്ടും ഫോളോ ചെയ്ത് വെച്ചിരുന്നു. പക്ഷേ ഇതാണ് നിങ്ങളുടെ സാധനം, നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ല. നിങ്ങൾക്ക് കുറച്ച് വ്യക്തിത്വം ഉണ്ടെന്നാണ് ഞാൻ വിചാരിച്ചത്. ഇതിപ്പോൾ ഞാൻ പറയുന്നില്ല, അത്രത്തോളമൊന്നും ഞാൻ പോകുന്നില്ല. അപ്പം ചേച്ചി ബിഗ് ബോസിൽ പോയിട്ട് ചേച്ചി ഒരു ശൂത്രണം കാണിച്ചായിരുന്നു. ചേച്ചിക്ക് ഓർമ്മയുണ്ടോ എന്തോ? ചേച്ചിക്ക് അത് ഓർമ്മയില്ലെങ്കിൽ ഞാൻ അതൊന്ന് ഓർമ്മിപ്പിക്കാം. അപ്പം എൻ്റെ ഫോട്ടോ വയ്ക്കാക്കത്തില്ല കേട്ടോ, കാരണം ഞാൻ ഈ വീഡിയോ ഡിലീറ്റ് ചെയ്യാത്തതുകൊണ്ട് പെണ്ണ് എനിക്ക് സ്ട്രൈക്ക് തന്നു. വേണ്ട, ടെൻഷൻ അടിക്കണ്ട, 10 വർക്കിംഗ് ഡേയ്സിൽ സ്ട്രൈക്ക് ഞാൻ പൊട്ടിച്ചിട്ട് ഞാൻ തിരിച്ചു വരും. അതുകൊണ്ട് ഇത് വലിയ കാര്യമാക്കുന്നില്ല ഞാൻ. പിന്നെ നീ പൊട്ടിച്ചത് നല്ലതാടി, നീ കൊണ്ടുപോയി തിന്നെ, നിനക്ക് സമാധാനമാകട്ടെ. നിനക്കൊരു ഒരു തഞ്ചം കിട്ടൂല. അതുകൊണ്ട് നീ ഇത്തിരി നന്നായിട്ട്, നീ ഇത്തിരി സമാധാനമായിട്ട് കിടന്ന് ഉറങ്ങുമില്ല. ഞാനും അത്രേ ആഗ്രഹിക്കുന്നുള്ളൂ. നീ അതുകൊണ്ട് ഇത്തിരി സമാധാനമായിട്ട് കിടന്ന് ഉറങ്ങേ. എനിക്ക് എന്റെ ലൈഫില് ഞാൻ ഏറ്റവും എനിക്ക് വെറുപ്പെന്ന് പറയണ ഈ തെറി വിളിക്കുക. എന്തിനാണ് ഇങ്ങനെ തെറി വിളിക്കുന്നത്? എന്തിനാണ് ഇങ്ങനെ തെറി വിളിക്കുന്നത്? നമ്മളൊന്നും വീട്ടിലൊന്നും ഒരു എടി എടാ പോടാ പോടി എന്ന് പോലും അറിയില്ല. ഞാൻ എന്റെ മക്കളെ പോലും എടാന്നൊന്നും ഞാൻ വിളിക്കാറില്ല. ലൈഫില് ഞാൻ ഏറ്റവും എനിക്ക് വെറുപ്പെന്ന് പറയണ ഈ തെറി വിളിക്കുക. എന്തൊക്കെയോ തോന്നും ആ സമയത്ത് ഇങ്ങനെ അങ്ങോട്ട്. നമ്മളൊന്നും വീട്ടിലൊന്നും ഒരു എടി എടാ പോടാ പോടി എന്ന് പോലും അറിയില്ല. ഞാൻ എന്റെ മക്കളെ പോലും എടാന്നൊന്നും ഞാൻ വിളിക്കാറില്ല. അതേതായാലും നന്നായി. നമ്മളൊന്നും വീട്ടിലൊന്നും ഒരു എടി എടാ പോടാ പോടി എന്ന് പോലും അറിയില്ല. മാഡം ഇത്ര സിമ്പിൾ ആണെന്ന് ഞാൻ അറിഞ്ഞില്ല. ഐഡിയ ഒക്കെ കൊള്ളാം, പക്ഷെ ചെറിയ ടെസ്റ്റ് ഉണ്ട്. ശബ്ദകാരനെ എടുത്തു വെച്ചിട്ടാണ് സ്ത്രീകളെ തെറി പറയുന്നത്. എന്തിനാണ് ഇങ്ങനെ തെറി വിളിക്കുന്നത്? നമ്മളൊന്നും വീട്ടിലൊന്നും ഒരു എടി എടാ പോടാ പോടി എന്ന് പോലും അറിയില്ല. ഞാൻ എന്റെ മക്കളെ പോലും എടാന്നൊന്നും ഞാൻ വിളിക്കാറില്ല. തൽക്കാലം ഇത്രയും മതി. വരട്ടെ, ടാറ്റാ. അപ്പം ഏകദേശം നിങ്ങൾക്ക് കാര്യം പിടികിട്ടിയില്ലേ? ഞാനിതൊന്ന് പറയാൻ വേണ്ടിയിട്ട് വന്നതാണെന്നേ. സിമ്പിൾ കേസല്ലേ, വെറും പിഴച്ച സാധനം ഇരുന്നുകൊണ്ട് സാവിത്രി വർത്തമാനം പറയുന്നത് കണ്ടപ്പോൾ ഉള്ള സിരിപ്പ് കൊണ്ട് ചിരിച്ചതാ. കറുപ്പിനഴക് ആ വെളുപ്പിനഴക് ആ പുഴയഴകിൽ ആ പുടിയഴകിൽ ആ പൊടിയഴകിൽ. എൻ്റെ പൊന്ന് ചേച്ചി, ഊക്ക് വാങ്ങിക്കാനായിട്ട് ഇങ്ങോട്ട് വന്ന് കയറരുത് കേട്ടാ. നിങ്ങൾ ഇന്ത്യ മഹാരാജ്യം മൊത്തം വില്ലംഗത്തിൽ നിന്നാൽ പോലും ഞാൻ എൻ്റെ സ്റ്റാൻഡിൽ ഉറച്ചു നിൽക്കുന്നു. അത്തരത്തിൽ തുണി ഊരി കാണിച്ച് പ്രദർശനം കാണിക്കുന്നത് നിയമം മൂലം നിരോധിക്കപ്പെട്ട രാജ്യമാണ് നമ്മളത്. ഫാഷൻ്റെ പേര് ചെയ്യാമോ എന്നുള്ളതിന് ഞാൻ ചാറ്റ് ജി ടി പി അതിനകത്ത് ചോദിച്ചു. അത് മാത്രമല്ല, ഇത് തെറ്റായിരിക്കും ജമിനിയുടെ അടുത്ത് ചോദിച്ചു. പോരാണ്ട് ഞാൻ ഈ മറ്റേ നമ്മുടെ മൊത്തത്തിലുള്ള ഗൂഗിൾ അതിനകത്ത് പോയിട്ട് ചോദിച്ചു. എല്ലാവരും പറയണ ഒറ്റ കാര്യമാണ്, പാഷൻ്റെ പേരും പറഞ്ഞുകൊണ്ട് അത്തരം തോന്നിവാസങ്ങൾ കാണിക്കാനുള്ള പെർമിഷൻ ഇല്ല. അതെനിക്ക് അരോചകമായി തോന്നിയാൽ എനിക്ക് പറയാം എന്നുള്ളതാണ്. പിന്നെ തെറി പറഞ്ഞത്. നിങ്ങൾക്ക് ദേഷ്യം വരുമ്പോൾ നിങ്ങളും തെറി പറയത്തില്ലേ? അത്രയേ ഉള്ളൂ. എനിക്ക് ദേഷ്യം വന്നു, അത്രയേ ഉള്ളൂ, സിമ്പിള്.
അപ്പോൾ അവളുടെ സപ്പോർട്ടേഴ്സ് എന്നെ വിളിക്കുന്ന തെറി ഓക്കെ ആണെങ്കിൽ ഇത് ഓക്കെ ആക്കിക്കൂടെ? ഇപ്പം എന്നെ ഇത്രയും തെറി നിങ്ങളെ കൊണ്ട് വിളിക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ ഞാൻ വിളിച്ച തെറിയും കൂടെ നിങ്ങളൊന്ന് അഡ്ജസ്റ്റ് ചെയ്യ്, സഹിക്ക്. അത്രയല്ലേ നല്ലത്. എന്തുവാ എന്നിട്ട് ജയിച്ചാ? അപ്പോഴും കമൻറ്റ് ബോക്സ് ഒന്ന് തുറന്നു വെച്ചേക്കണം, മനസ്സിലായോ? തലതിരിഞ്ഞ കമൻ്റ് അല്ലാതെ ബോധമുള്ളവർ, ധൈര്യമുള്ളവർ അതിനകത്ത് കമൻ്റ് ഇടുന്നുണ്ട്. അവരാണ് എൻ്റെ ഒപ്പം നിൽക്കുന്നത്. വൈ ദ വേ, ഞാൻ ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഞാൻ ഈ കുട്ടിയുടെ വീഡിയോ എടുത്ത് ഞാൻ അവിടെ പോസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതൊന്ന് നിങ്ങൾ കാണേണ്ടതാണ്. എവിടെ അത് എടുത്തോണ്ട് വരട്ടെ. നമസ്കാരം സുഹൃത്തുക്കളെ, സുഖമല്ല എല്ലാവർക്കും. ഞാനിപ്പോ വന്നത് നമ്മളെ മഞ്ജു പിള്ളന്റെ മകളുടെ കാര്യങ്ങളെ കുറെയൊക്കെ നോക്കാണ്ട് കേട്ടോ. അപ്പൊ അതിനെ കുറിച്ച് കുറെ ആൾക്കാരൊക്കെ ഷെഫീന ബേബി ഇത് പറഞ്ഞപ്പോ അവരെല്ലാവരും കൂടി എത്തുന്നുണ്ട്. അപ്പൊ അതിനൊരു ഇത് പറയാൻ വേണ്ടി വന്നാട്ടോ. ഞാനും ആ കാര്യത്തിൽ ഞാൻ പറയട്ടോ, നിങ്ങൾ എതിർക്കുമ്പോഴല്ലോ നിങ്ങളെ എതിർക്കുന്നതിന്റെ കൂടെ വന്നിട്ട് ഒരു കാര്യം പറയാട്ടോ. പക്ഷെ ഞാൻ സപ്പോർട്ട് ചെയ്യുന്നില്ല കേട്ടോ അവരെ. ഞാൻ പെണ്ണിനെ നമുക്കൊരു താല്പര്യം കേട്ടോ. അവരെ ഇഷ്ടമായിരിക്കും, ശരിയാണ്. പക്ഷെ എൻ്റെ അഭിപ്രായം മോശം ഇപ്പൊ നമ്മൾ പറയുള്ളൂ. പക്ഷെ നിങ്ങൾ അവരെ ഈ സഫീന ബേബി എതിർക്കുന്നതോടെ നിങ്ങൾ കാര്യം പറ്റും. നിങ്ങൾ ആ കുട്ടിക്ക് സപ്പോർട്ട് എടുക്കുമ്പോഴല്ലോ നിങ്ങളും അതേ ഡ്രസ്സിൽ, ഈ പെണ്ണുങ്ങളാണെങ്കിൽ അതേ ഡ്രസ്സിൽ ഇട്ട് വന്നിരുന്നു. നിങ്ങൾ പണ്ട് ചുംബന സമരമൊക്കെ ഉണ്ടായിട്ട് ആ സമയത്തൊക്കെ ചെയ്തില്ലേ? അങ്ങനെ വന്നിങ്ങാണ്ട് നിങ്ങൾ ചെയ്യും. ചുംബന സമയത്ത് ചുംബിച്ചിങ്ങാണ്ട് ഭർത്താവ് സമയത്തിന് അതുപോലെ ഡ്രസ്സ് ഇട്ടുങ്ങാണ്ടും അങ്ങനെയൊക്കെ ഭർത്താവ് കൊണ്ട് മാറി മറിച്ചുകൊണ്ട് വന്ന കുറേ സംഭവം ഉണ്ടായി. അതുപോലെ നിങ്ങളും അതുപോലെ ഡ്രസ്സ് വാങ്ങിയിട്ട് വന്നിങ്ങാണ്ട് ബ്രോഡ്കാസ്റ്റ് ചെയ്യും. അതുപോലെ തന്നെ ആണുങ്ങളാണെങ്കിൽ ഷെഡിയിൽ മാത്രം നിന്നുങ്ങാണ്ട് അതുപോലെ തന്നെ നിങ്ങൾ ചെയ്യും. അങ്ങനെ ആ കുട്ടിക്ക് സപ്പോർട്ട് കൊടുക്കും. മനസ്സിലായില്ലേ? 2026 ആയില്ലേ? എവിടെ നിൽക്കുന്നത്? 2026 ആയി കഴിഞ്ഞാൽ തുണിയിട്ട് നടക്കുന്നവരുണ്ടോ? നാണക്കടി എപ്പോഴും നാണക്കടി കേട്ടോ. അതുള്ളവർക്ക് അല്ലാതെ 2027, 28, 29, 2030 കഴിഞ്ഞാൽ എന്താ നിങ്ങളൊക്കെ തുണിയിൽ ഇറക്കുമോ? റോട്ടിൽ വിചരിക്കുമോ? കൊല്ലത്തിന് കൂട്ടുപിടിച്ചുകൊണ്ട് ചെറിയ സംഭവം ചെയ്ത ഒരു നാണക്കടിയുടെ കാര്യം വിളിച്ചു പറഞ്ഞപ്പോൾ കൊല്ലത്തിന് കൂട്ടുപിടിച്ചുകൊണ്ട് ആയിരിക്കുന്നത്. മറ്റേ ശിലായുഗത്തേക്ക് പോകുകയാണോ? പണ്ട് ഡ്രസ്സ് ഇല്ലാത്തതുകൊണ്ട് ഇല വെച്ചിരുന്നത്. ഇപ്പൊ ഡ്രസ്സ് ഉള്ളത് കൊണ്ട് ഇലയുടെ ഭാഗത്ത് തുണി വെച്ചിട്ട് അത് ആ സ്ത്രീ നമുക്ക് കാണിച്ചു വിളിച്ചു പറഞ്ഞപ്പോൾ അവർക്ക് ഇഷ്ടമുള്ള ഡ്രസ്സ് അല്ലായിരുന്നു. ഇഷ്ടമുള്ള ഡ്രസ്സ് തന്നെ അവരെല്ലാവരും എന്നുവെച്ചാൽ ഞാൻ പിന്നെ ഇവരൊക്കെ സെലിബ്രിറ്റി അല്ലേ ഷെഫീന? അവർ ഇട്ടും ചിലപ്പോൾ എനിക്കറിയത്തില്ലായിരുന്നു. പോയായിരുന്നു. അവർക്ക് പണം ഉണ്ടെങ്കിൽ നാണം ആ പണം മറക്കുന്നതാണ്. മനസ്സിലായില്ലേ? സജനയുടെ കേസ് തന്നെ കണ്ടില്ലേ? എന്താണത്? ഇപ്പൊ എന്താണ് പറയുന്നുണ്ടോ? അങ്ങനെ വിട്ടാൽ മതിയായിരുന്നു. എനിക്ക് പറഞ്ഞിട്ട് കാര്യമില്ല. കാണട്ടെ, കക്ഷിക്കാരുടെ എന്താ ചെയ്യാ? എല്ലാവർക്കും നമ്മളൊരു കണ്ടന്റായി ഒരു ഭാഗത്തോട് നോക്കിയാൽ ആ കുട്ടിക്ക് കേസ് കൊടുക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. എന്ത് പറഞ്ഞ കേസ് കൊടുക്കുക? ഞാനാണ് ആലോചിക്കുന്നത്. എന്നെ കുറിച്ച് എങ്ങനെ പറഞ്ഞു ഞാൻ എന്താ പറയാ, ഷെഡ് ജോണി വാക്കറ കിട്ടുന്നത് ഞാൻ പറഞ്ഞത് ശരിയല്ലേ? അങ്ങനത്തെ ഡ്രസ്സല്ലേ അത്? ഒന്നും പറഞ്ഞില്ല. നമ്മൾ കേസ് എടുത്തിട്ട് നാട്ടിലേക്ക് വരാൻ നിൽക്കണം. അപ്പം ഇത്രേ ഉള്ളൂ. നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നവരൊക്കെ എന്താ ചെയ്യാ, അതുപോലെ ചെയ്യാം. പെണ്ണുങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ അതുപോലെ ഡ്രസ്സ് വാങ്ങിയിട്ട് നിൽക്കും. അതാണ് സപ്പോർട്ട്. അത് നാട്ടിലേക്കല്ല. എൻ്റെ വീട്ടിലുണ്ടാകുമ്പോഴാണ് ആണുങ്ങളായാലും സപ്പോർട്ട് ചെയ്യുന്ന ആണുങ്ങൾക്കും അല്ലെങ്കിൽ ആണുങ്ങൾ നിൽക്കും പെണ്ണുങ്ങൾക്കും പക്ഷേ എന്താ മനുഷ്യനും പെണ്ണുങ്ങൾ പറയുള്ളൂ കേട്ടോ. അല്ലാതെ വെറുതെ ഒരു കണ്ടന്റ് കിട്ടുമ്പം ഒരാൾക്കെതിരെ നിൽക്കുമ്പോൾ സ്വഭാവമാണ്. എന്നാൽ ശരി, നമസ്കാരം. താങ്ക് യു ബ്രോ. സീരിയസ്ലി ആദ്യമായിട്ടാണ് ഒരാൾ മര്യാദയ്ക്ക് ഒരു കാര്യം റിയാക്ട് ചെയ്തത്. അവർ കണ്ടിട്ട് സഹിക്കാൻ പറ്റാത്തതുകൊണ്ട് പറഞ്ഞതാണ്. ഞാൻ പറഞ്ഞ കാര്യം മനസ്സിലാകുന്ന ആ ഒരു മനുഷ്യൻ, പേരെന്താ, അംജിത്, അയാൾ തന്നെ ധാരാളം. അയാൾ പറഞ്ഞാണ് എൻ്റെയും പോയിന്റ്. ഭാഗ്യലക്ഷ്മി ചേച്ചി തുണിയില്ലാണ്ട് വാന്നേ, ഓളിട്ട പാഷൻ ഡ്രസ്സ് എടുത്തിട്ടുണ്ട് വാന്ന് കാണട്ടെന്ന്, അതല്ല നിൻ്റെ ഒരു രീതി, ഇട്ടോണ്ട് വാ. ഞാൻ കണ്ട കാര്യം ഞാൻ പറഞ്ഞു, അതിനകത്ത് ഞാൻ ഉറച്ചിരിക്കുന്നു. കേസ് വന്നാൽ ഈ സാധനവും ആ പറഞ്ഞ ക്ലൗസും കൊണ്ടുപോയി ഞാൻ പ്രതിവാദം ചെയ്യും. അത്രയേ ഉള്ളൂ. സിമ്പിളാണ്. അവർക്ക് അത് പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ടെങ്കിൽ എനിക്ക് അത് പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. പിന്നെ ഹാഷി, ഇപ്പോൾ എനിക്ക് അതിനകത്ത് റിഗ്രഷൻ. ഇന്നലെ വരെ എനിക്കൊരു ചെറിയ വിഷമമുണ്ടായിരുന്നു, പക്ഷേ അത്രയും വാക്ക് ഉപയോഗിക്കേണ്ടത്. പക്ഷേ ഇവരുടെ സപ്പോർട്ടേഴ്സിൻ്റെ തെറിയും ഇവരുടെ സപ്പോർട്ടേഴ്സ് കമൻറ്റോളികളുടെ തെറിയും കൂടെ കാണുമ്പോൾ ഒന്നുമല്ല എന്ന് എനിക്ക് മനസ്സിലായി. ഞാനൊക്കെ എത്ര പാവമാണെന്ന് എനിക്ക് അതിനകത്ത് മനസ്സിലാക്കി തുടങ്ങിയിരിക്കുന്നു. അപ്പം ശരി, ചേച്ചിക്ക് തെറി പറയണ ഇഷ്ടമില്ല. ചേച്ചി നിയമത്തിനെ കുറിച്ച് പറയുമ്പോൾ നിയമലംഘനം നടത്തിയ ആളായിരിക്കരുത് അത് പറയേണ്ടത്. മനസ്സിലായോ? നിങ്ങൾ ഒരാളുടെ വീട്ടിൽ അതിക്രമിച്ചു കടന്നു, അയാളെ തല്ലി, അയാളുടെ പുറത്ത് കരിവായിൽ തേച്ചു പിടിച്ചു. അതുപോരാതെ ഏറ്റവും കൂടുതൽ മ്ലേച്ഛമായ ഭാഷ ഉപയോഗിച്ചത് നിങ്ങളാണ്. നിങ്ങളുടെ കൂടെ വന്ന MDMA കൂക്കി ഒരു കുട്ടീനെ വിറ്റ കേസിലെ പ്രതിയാണ്. പല സ്ത്രീകളുടെയും ന്യൂഡ് പിക്ചേഴ്സ് സപ്ലൈ ചെയ്ത കേസിലെ പ്രതിയാണ്. വിനോബാസിൻ എന്ന് പറയുന്ന അയാളുടെ ഭാര്യയുടെയും, അതായത് പ്രൈവറ്റ് ആയിട്ടുള്ള ന്യൂഡായിട്ടുള്ള അവർ തമ്മിൽ അത് എനിക്ക് അയച്ചു തന്നിട്ട് റിയാക്ട് ചെയ്യാൻ പറഞ്ഞ സ്ത്രീയാണ്. ഞാൻ വിറ്റ്നസ്സാണ്. അവരുടെ കൂടെ നടന്ന സജിന ആണ് പറഞ്ഞത് അവർ MDMA അടിക്കുന്നുണ്ടത്.
അവർ ഇന്നലെയും മെനങ്ങാന്നും ഇരുന്നു കൊണ്ട് എന്നെ വ്യക്തിയതിശയം എൻ്റെ 3 ഭർത്താക്കന്മാരെ ഞാൻ കൊന്നു. എന്നിട്ടും എന്നെ പോലീസ് പിടിച്ചില്ല. വല്ലാത്ത പോലീസ്. എന്തെല്ലാം പറയുന്നു. അതൊന്നും ചേച്ചി കേട്ടില്ല. ചേച്ചിക്ക് അതൊന്നും കേൾക്കാൻ പറ്റിയിട്ടില്ല. ഓ ചേച്ചിയുടെ ഒരു ഇത് അന്ന് കൂടെ കൊണ്ടുപോയ ശ്രീലക്ഷ്മി ചേച്ചി ഇരുന്നുകൊണ്ട് പറയുന്നുണ്ടായിരുന്നു, എനിക്ക് തോന്നുമ്പോൾ അതായത് എനിക്ക് അവിടെ അരിക്കുമ്പോൾ ഞാൻ ആളെ വിളിച്ച് കയറ്റും. അതിപ്പം സ്വിഗ്ഗി ബോയ് ആയിരുന്നാലും സൊമാറ്റോ ബോഗി ആയിരുന്നാലും ഏത് ബോഗി ആയിരുന്നാലും എനിക്ക് ബോഗിക്കണമെന്ന് തോന്നിയാൽ ഞാൻ ഇനി വിളിച്ച് കയറ്റും. ചേച്ചിക്ക് അതിനെപ്പറ്റി ഒരഭിപ്രായമോ ഇല്ല. ഇതൊക്കെ എപ്പോഴാണെന്ന് അറിയാമോ? നിങ്ങളൊരു വ്യക്തി ഓർത്തായ ഒരു വ്യക്തിയാണെന്ന് ഞാൻ കൺസിഡർ ചെയ്തിടം വരെയാണ്. നിങ്ങളുടെ ക്യാരക്ടർ ഇതാണെന്ന് മനസ്സിലാക്കിയ സ്ഥിതിക്ക് അവസരവാദിത്തരം പറഞ്ഞ നിങ്ങളോട് എനിക്കൊന്നേ പറയാനുള്ളൂ, ഗെറ്റ് ലോസ്റ്റ്. വാട്ട്? ഗെറ്റ് ലോസ്റ്റ്. ആൻഡ് so-called supporters, once you will realize what she is, അതിനുള്ള സമയം വരും. അപ്പം നിങ്ങൾക്ക് മനസ്സിലാകും. ഞാനിതൊന്നും പറയാൻ പോകുന്നില്ല. ഈ ഒരു വിഷയത്തിൽ ആരെടുത്ത് വെച്ചിട്ട് അതിനെ സപ്പോർട്ട് ചെയ്താലും എനിക്ക് അതിനകത്ത് ഒരൊറ്റ ചോദ്യമുള്ളൂ, നിങ്ങൾക്ക് എത്ര ഫാദർ? കാരണം രേണു സുധി ഒരു ഫാഷൻ ഷോയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തതിന് അവളെ പൊക്കിൾ കാണിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ തുള്ളി മറിഞ്ഞവരാണ് ആ കുട്ടി ഒരു ജട്ടിയും പാടി ഇട്ടുകൊണ്ട് നിൽക്കുന്ന ചൂപ്പർ എന്ന് പറയുന്നത്. എനിക്ക് ആ ഇരട്ടത്താപ്പത്തരമില്ല. ഐ ആം സ്റ്റിൽ എവിടെയാണോ അവിടെ തന്നെ ഉണ്ട്. ഇത് പഴയ നൂറ്റാണ്ടോ പുതിയ നൂറ്റാണ്ടോ എൻ്റെ തലയിലെ തട്ടമോ ഒക്കെ പറയുന്നവർക്ക് തിരിച്ച് എൻ്റെ മറുപടി അതാണ്. ഈ തട്ടമിട്ട് കൊണ്ട് വന്നിരുന്നിട്ട് ഭയങ്കരമായ മതവിശ്വാസത്തിലിരുന്ന് തള്ളിയെങ്കിൽ നിങ്ങൾ എന്നെ പറഞ്ഞതിനകത്തൊരു കാര്യമുണ്ട്. ഈ ഒരു വിശ്വാസം ഞാൻ അങ്ങനെ ഒരു രീതിയിലും ആരിലും അടിച്ചേൽപ്പിക്കാൻ നോക്കിയിട്ടില്ല. മാത്രവുമല്ല ഞാൻ എൻ്റെ സ്വതന്ത്രമായ ജീവിതം ആസ്വദിച്ച് ജീവിക്കുന്നുമുണ്ട്. അതിൻ്റെ അർത്ഥം തുറന്നു കാണിക്കുക, ഫ്രീ സെക്സ് ചെയ്യുക എന്നുള്ള MDMA കൂക്കികളുടെ ഇതല്ല. പലരും പറയണം അവരുടെ കാലിൻ്റെ അടിയിലെ പൊടിയാണെന്ന്. അത് MDMA ആണെന്നുള്ളത് മനസ്സിലാക്കാൻ 2-3 വീഡിയോ കണ്ടാൽ തന്നെ മനസ്സിലാകും. 2-3 വീഡിയോ എടുത്ത് വെച്ച് നോക്കിയാൽ മതി അതെന്ത് പൊടിയാണ്, അതേത് പൊടിയാണ് എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കും. സോ ദേർ ഐ ആം. ഈ ഒരു വിഷയത്തിൽ തള്ളയ്ക്കുള്ള മറുപടിയായി എന്ന് ഞാൻ വിചാരിക്കുന്നു. തള്ളയ്ക്ക് വേണമെങ്കിൽ ഞാൻ കൂടുതൽ സാധനം കളക്ട് ചെയ്ത് കൊണ്ടുവരുന്നുണ്ട്. അതിൽ പറയാം. മനുഷ്യൻ പറയുന്നതിൽ വ്യവസ്ഥയുണ്ട്. പറഞ്ഞാൽ അതിൽ ഉറച്ചു നിൽക്കണം. ഇതിൻ്റെ കൂടെ തന്നെ പറയാൻ പറ്റുന്നതാണ് ശീതൾ. ഈ ശീതളിൻ്റെ 2-3 വീഡിയോ കുറേ പേര് കൊണ്ടുവന്നിട്ടൊന്ന് റിയാക്ട് ചെയ്യുമെന്ന് വെച്ചിട്ട് നോ, ഞാൻ അവരുടെ ചാനലിന് സ്ട്രൈക്ക് കൊടുക്കാൻ നിൽക്കുകയാണ്. സ്ട്രൈക്ക് കൊടുക്കാൻ നിൽക്കുന്നിടത്ത് ഞാൻ അവരുടെ വീഡിയോസ് എടുത്തു വെച്ച് കഴിഞ്ഞാൽ ഒരിക്കലും ശരിയാവത്തില്ല. അതുകൊണ്ട് മാത്രമാണ് ഞാനത് എടുക്കാത്തത്. എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. അവർക്ക് മെജോറിറ്റി അവർക്ക് കിട്ടിയിട്ടുള്ള വ്യൂ മുഴുക്ക തന്നെ ഇതുപോലെ സ്ത്രീകളുടെ വസ്ത്രധാരണത്തെക്കുറിച്ച് ക്രിറ്റിസിസം നടത്തിയതിനാണ്. ഒത്തിരി പേരുടെ, അതായത് ഇപ്പം ഈ പാട്ടൊക്കെ പാടാൻ പോകുന്നില്ല, അമ്പലത്തിൽ കുട്ടിപ്പാടാൻ പോകുന്ന അവരെ എടുത്തു വെച്ച് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെയുള്ളവരെയൊക്കെ പറയുമ്പോൾ കുഴപ്പമില്ല. ഇച്ചിരി ഹൈ സ്റ്റാറ്റസ് പ്രൊഫൈൽ ഉള്ളവരെയൊക്കെ പറഞ്ഞാൽ സുഖം കിട്ടും എന്നുള്ളതാണ് ശീതളിൻ്റെ ഒരു ലൈന്. പിന്നെ ശീതളിന് എന്നോടുള്ളത് രാഷ്ട്രീയപരമായിട്ടുള്ള ഒരു വിയോജിപ്പാണ്. അതിനെനിക്കൊന്നും ചെയ്യാനൊക്കത്തില്ല. ഓൾവേസ് ഐ ആം എഗെയിൻസ്റ്റ് സംഖ്യ. അതെൻ്റെ രീതിയാണ്. എനിക്കതിന് എൻ്റെ മതവിശ്വാസമൊന്നും വേണ്ട, മനുഷ്യത്വം മാത്രം മതി. ഈ ഒരു വിഷയത്തിൽ നിങ്ങൾ എല്ലാവരും കൂടെ ചേർന്ന് ഗ്രൂപ്പ് അറ്റാക്ക് ചെയ്താൽ എനിക്കൊന്നും സംഭവിക്കത്തില്ല. പക്ഷെ ഒരു കാര്യം എനിക്ക് വ്യക്തമാണ്, ആരൊക്കെ എൻ്റെ ഒപ്പം ഉണ്ടെന്നുള്ളത് എനിക്ക് മനസ്സിലാക്കി തന്ന ഒരു ഇൻസിഡൻ്റാണ് ഇപ്പം നടന്നത്. ആരൊക്കെ എൻ്റെ ഒപ്പം നിൽക്കും, ഞാൻ എന്തൊക്കെ ചെയ്താൽ എൻ്റെ ഒപ്പം ആരൊക്കെ ഉണ്ടാകും എന്നുള്ളതിൻ്റെ ഒരു വ്യക്തമായ തെളിവ് കൂടിയാണ് ഇപ്പം നടന്നത്. നന്ദി, നമസ്കാരം.